കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വർഷവും നമുക്ക് ദൈവവചനം ക്രമമായി പഠിക്കാനുള്ള സാവകാശം ദൈവം നൽകി എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. പുതിയ വർഷത്തിൽ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി കർത്താവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കത്തക്കവണ്ണം കർത്താവ് നമുക്കെല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മടങ്ങാം മഹാനിയോഗത്തിലേക്ക് എന്ന തലക്കെട്ടിൽ ചില ആത്മീക പാഠങ്ങൾ ചിന്തിച്ച് വരികയായിരുന്നു. ഈ പഠനത്തിൻ്റെ രണ്ടാമത്തെ പാഠമാണ് ചില ആഴ്ചകളായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്. എന്താണ് മഹാനിയോഗം എന്ന ചോദ്യത്തിന് 7 ഉത്തരങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചു. 7ാമത്തെ ഉത്തരമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അനുസരിക്കുന്നവരോടു കൂടെ നിയോഗം തന്നവൻ്റെ സാന്നിധ്യമാണ് വാഗ്ദത്തം ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ലോകത്തിലെ അധികാരികളൊക്കെ നിയോഗങ്ങൾ കൊടുക്കുകയോ കൽപ്പനകൾ നൽകുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ കൽപ്പന കിട്ടുന്ന ആളുകൾ അതനുസരിച്ച് പോകണം എന്നുള്ളതാണ് അവിടെ വിവക്ഷിക്കപ്പെടുന്നത്. അത് വല്ല ബുദ്ധിമുട്ടോ ജീവത്യാഗത്തിന് സാധ്യതയുള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും കൽപ്പന കൊടുക്കുന്ന ആളുകൾ പോകാനിടയില്ല. അത് കിട്ടുന്ന ആളുകൾ പോവുക എന്നുള്ളതാണ് സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് ഈ വലിയ നിയോഗം ശിഷ്യന്മാർക്ക് കൈമാറിയിട്ട് അതിൻ്റെ ഒടുവിൽ ഓർപ്പിക്കുകയാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതായ കാര്യം, നമ്മുടെ കർത്താവിൻ്റെ ഈ വാഗ്ദത്തം അതിൽ തന്നെ എത്രയോ മനോഹരമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർക്കുകയായിരുന്നു. ഈ വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടിട്ടുള്ള അനവധി സംഭവങ്ങൾ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിലും തുടർന്ന് ലേഖനങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങളാണ് നമ്മൾ ഒടുവിലായിട്ട് ചിന്തിച്ച് നിർത്തിയത്. കാരണം കർത്താവ് ഈ നിയോഗം ശിഷ്യന്മാർക്ക് കൈമാറി. അതിലൊരു ശിഷ്യൻ എന്നങ്ങനെ പറഞ്ഞാൽ പോരാ, യോഹന്നാന് വേറെയൊരു പേര് സാധാരണ പറയും. വേദപുസ്തകത്തിലും അത് പറഞ്ഞിട്ടുണ്ട്, യേശു സ്നേഹിച്ച ശിഷ്യൻ. അപ്പോൾ ആ ശിഷ്യൻ പത്മോസ് എന്ന ദ്വീപിൽ അതിൻ്റെ ഏകാന്തതയിൽ കഴിഞ്ഞ് കൂടുകയാണ്. നമ്മളതിനെക്കുറിച്ച് ചില വാക്കുകളൊക്കെ ഓർത്തായിരുന്നു. വല്ലാത്ത പ്രതിസന്ധിയിലാണ്. വേറെ ഒരു കാരണവുമില്ല, ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവവചനം അറിയിച്ചു, ആ സാക്ഷ്യം നിർവഹിച്ചു. വചനം അറിയിക്കുന്നു, സാക്ഷ്യം നിർവഹിക്കുന്നു എന്തിൽ പെട്ടതാണ്? കർത്താവ് നൽകിയ മഹാനിയോഗത്തിൽ പെട്ടതാണ്. അപ്പോൾ അങ്ങനെ ആ ദൈവദാസൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം മരണത്തിനായി വിധിക്കപ്പെട്ട് പത്മോസ് ദ്വീപിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടതായ കാര്യം, കർത്താവ് അവിടെ വന്നിട്ട് ഞാൻ കൂടെ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞു എന്നുള്ളതല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദീകരിച്ചതാണ്. ഞാനത് വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കർത്താവ് എത്ര ആർദ്രതയോടുകൂടിയാണ് ഭയവിഹ്വലനായിരിക്കുന്ന യോഹന്നാനോട് ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞ്
വലങ്കൈ യോഹന്നാൻ്റെ മേൽ വെച്ച് അവനെ ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപക്ഷെ പ്രതികൂലമായ സാഹചര്യത്തിലുമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കൽ വന്ന് വലങ്കൈ നമ്മുടെ മേൽ വെച്ച് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്, ധൈര്യപ്പെടുത്തുന്നവനാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നൽകിയിട്ടുള്ളതായ ഈ വിലയേറിയ വാഗ്ദത്തത്തെ വിശ്വാസത്തോടു കൂടി മുറുകെ പിടിച്ച് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ആ വാക്കുകളിൽ നിന്ന് ഒരു പ്രത്യേക കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒടുവിൽ പറഞ്ഞു നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. യോഹന്നാൻ ആരെ പോലെയാണ് കർത്താവിൻ്റെ കാൽക്കൽ വീണത്? മരിച്ചവനെ പോലെയാണ്. അപ്പോൾ മരിച്ചവൻ്റെ മനോവ്യാപാരം എന്താണെന്നോ അവനെന്തോരം ഭയമുണ്ടെന്നോ ഒന്നും ആർക്ക്, ഒരു സാധാരണ മനുഷ്യന് അറിയാൻ പറ്റുകയില്ല. പക്ഷേ നമ്മുടെ കർത്താവ് എത്ര ആർദ്രതയോടുകൂടിയാണ് യോഹന്നാനോട് ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. കർത്താവിന് യോഹന്നാൻ്റെ ഭയം അറിയാം. കാരണം നമ്മുടെ കർത്താവ് ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരാഞ്ഞറിയുന്നവനാണ്. അപ്പോൾ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ നമ്മുടെ കർത്താവിന് വളരെ കൃത്യമായിട്ടും അറിയുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ ഒരു മഹത്വമാണ്, പ്രത്യേകതയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുകയില്ല, പക്ഷേ പറയാത്ത കാര്യങ്ങളും നമ്മുടെ കർത്താവ് വളരെ കൃത്യമായിട്ട് അറിയും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഓർക്കാനായിട്ട് കഴിയും. നമ്മൾ പാടുന്നൊരു പാട്ടിലുണ്ട്, അല്ലൽ എനിക്കാരും അറിയാത്തവ ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും അറിയാത്തതായ അല്ലലുകൾ, പ്രയാസങ്ങൾ എനിക്കിന്നുണ്ട് എന്ന് പാട്ടുകാരൻ പാടുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേറെ മനുഷ്യർക്ക് ആർക്കും അറിയാൻ പാടില്ലാത്ത കാര്യം, നമുക്കും അതിൻ്റെ കൃത്യമായ നില അറിയാൻ പാടില്ലാത്തതായ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ്, ധൈര്യപ്പെടുത്തുന്നവനാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് എത്രയോ ആശ്വാസം നൽകുന്നതായ കാര്യമാണ്. അതുകൊണ്ട് ഈ വാഗ്ദത്തം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ വാഗ്ദത്തം വിശ്വാസത്തോടെ മുറുകെ പിടിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇവിടെ കർത്താവ് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നതായ ഒരു മനോഹരമായ സത്യം കൂടെ ഞാൻ ചേർത്ത് ഓർപ്പിക്കുകയാണ്. പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാനെ സന്ധിച്ചതായ കർത്താവ് ശിഷ്യന്മാരെ പൊതുവെ എങ്ങനെ സന്ധിച്ചു എന്നുള്ളത് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യം നല്ല പരിചയമുള്ള വാക്യമാണ്, എങ്കിലും നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അവർ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു, അവരാൽ കണ്ട അടയാളങ്ങൾ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പോൾ അവിടെ ഒത്തിരി ഉപദേശപരമായ സത്യങ്ങൾ ഉണ്ട്, അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സഭാ കാലഘട്ടത്തിൻ്റെ പ്രാരംഭ നാളുകളിൽ ധാരാളം ഉണ്ടായിരുന്നു. അതിൻ്റെ ചരിത്രം നമുക്കറിയാം. ഏത് ദിവസത്തിൻ്റെ ചരിത്രം? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ എന്തോരം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ആ നാളുകളിൽ നടന്നുകൊണ്ടിരുന്നതായി നമ്മൾ കാണുന്നത്. അപ്പോസ്തലന്മാർ മറ്റേ ഒരു രോഗിയുടെ അടുത്ത് പോകണമെന്ന് പോലുമില്ല, എന്തുകൊണ്ടുപോയിട്ടാൽ മതി, റൂമാൽ കൊണ്ടുപോയി ഒരു രോഗിയുടെ മേൽ ഇട്ടാൽ ആ രോഗിക്ക് സൗഖ്യം ലഭിക്കും. അപ്പോൾ അങ്ങനെയാണ് ആ നാളുകളിൽ
അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാൻ ഈ ക്ലാസ്സിൽ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. അത് എക്കാലത്തും ഉണ്ടായിരുന്നൊരു കാര്യമല്ല. എന്തിനു വേണ്ടിയാണ് അങ്ങനെ അടയാളങ്ങൾ നടത്തപ്പെട്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ ഉണ്ട്. എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ദൈവവചനത്തെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. ഉറപ്പിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന വചനം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും ദൈവം തൻ്റെ ആത്മാവിനെ നൽകി ഉറപ്പിച്ച് തന്നിട്ടുള്ളതായ വചനമാണ്. എബ്രായ ലേഖനത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ ഇനി വേറൊരു അടയാളവും അത്ഭുതവും വെച്ച് ഉറപ്പിക്കപ്പെടേണ്ടതായ ആവശ്യം ഇല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഉറപ്പിച്ച് കിട്ടിയിട്ടുള്ള വചനം നമുക്ക് അതുപോലെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ സാന്ദർഭികമായിട്ട് അതൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ ആ വാക്യത്തിൽ മറ്റൊരു വലിയ സത്യം നമ്മൾ കാണുന്നുണ്ട്. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമല്ല, പിന്നെ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ പ്രവർത്തിക്കും. ഈ പ്രയോഗം മനോഹരമായിട്ടുള്ളതായൊരു പ്രയോഗമാണ്. ഈ പ്രയോഗത്തോട് വളരെ ബന്ധം വരുന്നതായ ഒരു പ്രയോഗം 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. വാക്യം മുഴുവനും വായിക്കണമെന്നില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ ആരാണ്? ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സഹപ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. അപ്പോൾ മെയിനായിട്ടുള്ള വേലക്കാരൻ ആരാണ്? കർത്താവാണ്. അപ്പോൾ അതല്ലേ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ കാണുന്നത്, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. അപ്പോൾ നമ്മുടെ കർത്താവ് കൂടിയിരിക്കും എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നവനാണ്, നമ്മോട് കൂടെ പ്രവർത്തിക്കുന്നവനാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവം വളരെ മനോഹരമായ ചില പ്രവൃത്തികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അത് വളരെ ഭംഗിയായി പറഞ്ഞിരിക്കുന്നൊരു വാക്യം ഫിലിപ്പ് ലേഖനത്തിലുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പോൾ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവ് നമ്മിൽ വളരെ നല്ല ഒരു പ്രവൃത്തി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് മഹാനിയോഗത്തിലെ കാര്യമല്ല കേട്ടോ ഞാനീ പറഞ്ഞത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് ഒരു വലിയ പ്രവൃത്തി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരു നല്ല പ്രവൃത്തി തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്താണ് ആ പ്രവൃത്തി? നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കർത്താവ് നമ്മിൽ പ്രവർത്തിച്ച് നമ്മെ ദൈവപുത്രനോട് അനുരൂപരാക്കി രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ്. കർത്താവ് വരുമ്പോൾ ഉണ്ടാകുന്ന രൂപാന്തരമല്ല ഞാനീ പറയുന്നത്. പിന്നെയോ നമ്മളിവിടെ ജീവിക്കുമ്പോൾ തന്നെ ദൈവപുത്രനോട്, അവൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് യേശുക്രിസ്തുവിനെ നാളോളം അതിനെ തികയ്ക്കും. അതിനു വേണ്ടിയാണ് നമ്മെ കർത്താവ് രക്ഷിച്ച് ഈ കൃപയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന സ്ഥലമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഇപ്പോൾ നമ്മളുടെ ഈ അടുത്തുള്ള റോഡിലുമൊക്കെ ഭയങ്കര പണികൾ നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, മെൻ അറ്റ് വർക്ക്.
ഇവിടെ മനുഷ്യർ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യുന്നവരെന്ത് ചെയ്യണം? സൂക്ഷിച്ചു പോകണം. ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മിലൊരു ബോർഡ് വയ്ക്കാം, ഗോഡ് അറ്റ് വർക്ക്, ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതം എന്ത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതായൊരു ജീവിതമാണ്. നമുക്കങ്ങനെ അലസമായി ജീവിക്കാനോ അലസമായി സമയം കളയാനോ ഇല്ല. പിന്നെയോ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുന്ന വലിയ പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചധികം വചനം പഠിക്കുന്നതോ വചനം മനഃപ്പാഠം പഠിക്കുന്നതോ കുറേയേറെ പ്രസംഗങ്ങൾ പറയുന്നതോ ഒന്നുമല്ല. അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്യും ആ കൂട്ടത്തിൽ എന്നേ ഉള്ളൂ. ആത്മീക വളർച്ച എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് ഞാൻ എത്രത്തോളം അനുരൂപനായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആത്മീക വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ടതായ ഘടകം. നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു 40-50 കൊല്ലമൊക്കെ ജീവിച്ചു, ഒരു വളർച്ചയുണ്ടായിട്ടില്ല. നമ്മൾ നമ്മുടെ പഴയ പ്രകൃതവും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ്. നമ്മൾ ആ ജഡത്തിൻ്റെ പ്രവൃത്തികളും ഒക്കെ പഴയതുപോലെയൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുക. അത് കർത്താവിന് എന്തു വേദനയുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായിട്ട് ഈ പ്രയോഗം വന്നപ്പോൾ ഓർപ്പിച്ചതാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട്, ഒരു വർഷാന്ത്യ ദിനങ്ങളാണല്ലോ, തിരിഞ്ഞു നോക്കാൻ പറ്റിയ സമയമാണല്ലോ. ഈ വർഷം തുടങ്ങിയതിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ സ്വരൂപം നമ്മിൽ എത്രത്തോളം രൂപപ്പെടുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്, അവൻ്റെ സൽഗുണങ്ങൾ നമ്മിൽ എത്രത്തോളം അധികമുണ്ടായിട്ടുണ്ട്, അത് വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം വലിയ സൽഗുണമാണ്. അപ്പോൾ നമ്മൾ വർഷം തുടങ്ങിയെടുത്ത് തന്നെ ഈ വർഷം അവസാനിക്കുമ്പോൾ നിൽക്കുകയാണെങ്കിൽ യാതൊരു വളർച്ചയും ഇല്ലാത്ത ജീവിതമായിരിക്കും അത്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, നമ്മുടെ കർത്താവിൻ്റെ ക്ഷമ, നമ്മുടെ കർത്താവിൻ്റെ സൗമ്യത, ഇതൊക്കെ നമ്മിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെട്ടു വരുന്നതാണ് ആത്മീക വളർച്ച. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വളർച്ച നമ്മിൽ സാധിക്കുന്നു എന്നുള്ളതായ കാര്യം എല്ലാ സൂക്ഷ്മതയിലും ഉറപ്പ് വരുത്തുവാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ നമ്മിൽ ദൈവം പ്രവർത്തിച്ച് നമ്മെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായ സത്യമാണ് അവിടെ നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന അതല്ല. പിന്നെയോ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ പ്രവർത്തിക്കുക. മഹാനിയോഗം നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ പ്രവർത്തിക്കുക. പൗലോസ് 1:3 പറയുന്നത്, ഞങ്ങൾ ആരോടുകൂടെ പ്രവർത്തിക്കുകയാണ്? ഞങ്ങൾ കർത്താവിനോട് കൂടെ പ്രവർത്തിക്കുകയാണ്. പൗലോസ് വളരെ വിനയത്തോടുകൂടി ആ കാര്യം ഓർപ്പിക്കുകയാണ്. മർക്കോസ് 16:20 പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൻ്റെ വേറൊരു തലമാണ് പൗലോസ് അവിടെ പറയുന്നത്. ഞങ്ങൾ കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാണ്. അപ്പോൾ കർത്താവ് നമ്മോട് കൂടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെയാണ് വേല. കർത്താവിൻ്റെയാണ് വേല. നമുക്കതിന് പ്രത്യേകിച്ച് വേലയൊന്നും ഇല്ല. അതൊരു വലിയ സത്യമാണ്. നമ്മുടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കൂട്ടുവേലക്കാരാണ് നമ്മൾ. അത് വളരെ വിനയത്തോടെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ അവിടെ ഒത്തിരി പാഠങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകാനായിട്ട് ശ്രമിക്കുന്നില്ല. കൂട്ടുവേലക്കാർ പുതിയ പുതിയ പദ്ധതികളിടാനോ പ്ലാനുകൾ ഉണ്ടാക്കാനോ പ്രവർത്തനത്തിൻ്റെ രൂപരേഖകൾ തയ്യാറാക്കാനോ ഒന്നും ആവശ്യമില്ല. അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് പ്രവർത്തിക്കാനുള്ളതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ പഠന വിഷയം. നമ്മുടെ കർത്താവിൻ്റെ മഹാനിയോഗം. വേറെ പുതിയ പദ്ധതികളൊന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ടതായ ആവശ്യം ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമുക്ക് തന്നിട്ടുള്ള ഈ മഹാനിയോഗം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി നിയോഗം തന്നവൻ്റെ
കൂട്ടുവേലക്കാർ എന്ന വിനയത്തോടു കൂടി നമ്മുടെ യജമാനനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിർവഹിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു നല്ല കൂട്ടുവേലക്കാരൻ അവന് പണിയാൻ കൊടുത്തിട്ടുള്ളതായ ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ ഏറ്റവും കൃത്യമായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു നല്ല കൂട്ടുവേലക്കാരൻ്റെ ജോലിയായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ വലിയ ഉൾക്കാഴ്ച അതിൻ്റെ ഗൗരവത്തിൽ ഏറ്റെടുത്ത് സൂക്ഷിക്കാനായിട്ട് കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. പിന്നെ അതിൻ്റെ ഒരു മറുവശം കൂടി ഞാൻ പറയുകയാണ്. കർത്താവ് കൂടെ പ്രവർത്തിക്കുമ്പോഴും കർത്താവ് തന്ന ആ നിയോഗം വളരെ കൃത്യമായും വിശ്വസ്തമായിട്ടും നിർവഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തിക്കൊള്ളണം. ചില സാഹചര്യങ്ങൾക്ക് വളരെ സങ്കീർണമായിരിക്കും. ഇപ്പോൾ യോഹന്നാൻ്റെ സാഹചര്യം വളരെ സങ്കീർണമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് കടന്നുപോയ ചില സാഹചര്യങ്ങൾ എന്തൊരു സങ്കീർണമായ സാഹചര്യമായിരുന്നു. അതിലൊരു ഉദാഹരണം ഞാനൊന്ന് പറയണമെന്ന് വിചാരിക്കുകയാണ്. പ്രവൃത്തിയുടെ 27-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് ഈ നിയോഗ നിർവഹണത്തിൻ്റെ വഴിത്താരയിൽ ചെന്നുപെട്ടതായ അതിസങ്കീർണമായൊരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നല്ല പരിചയമുള്ള വാക്യമാണ്. വായിച്ചു കഴിയുമ്പോൾ ഇത് വായിക്കണ്ടായിരുന്നല്ലോ എന്ന് തോന്നും, അത്ര പരിചയമുള്ള വാക്യമാണ്. എങ്കിലും നമുക്ക് തൽക്കാലം ഒന്ന് വായിക്കാം. 27, 23, 24 വാക്യങ്ങൾ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസറിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു, എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പൗലോസിനോട് കർത്താവ് സംസാരിക്കുകയാണ്. ആരാ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ പൗലോസ് പറയുന്ന ഒരു ഉത്തരം ഈ വാക്യത്തിലുണ്ട്. എൻ്റെ ഉടയവൻ, പിന്നെ ഞാൻ സേവിച്ച് വരുന്നവൻ. അപ്പോൾ ഇങ്ങനെ പറയാം, എൻ്റെ ഉടയവനാണ്, പിന്നെ എൻ്റെ യജമാനനാണ്. ഞാൻ ഈ യജമാനനെയാണ് സേവിക്കുന്നത്. എന്തോ ഒരു മനോഹരമായൊരു പ്രയോഗമാണത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ ഉടയവനാണ്. ഞാൻ ആ വാക്ക് വിശദീകരിക്കുന്നില്ല. നമ്മുടെ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയതാണ്. എന്താ വില കൊടുത്തതെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുമല്ലോ. തൻ്റെ വിലയേറിയ രക്തം വില കൊടുത്ത് നമ്മെ കർത്താവ് വാങ്ങിയതാണ്. 1 കൊരിന്ത്യർ 6-19 വാക്യത്തിൽ അതുകൊണ്ട് പൗലോസ് രേഖപ്പെടുത്തുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ. അപ്പോൾ പൗലോസിന് വലിയ പ്രതിസന്ധിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളോട് സംസാരിക്കുക. അപ്പോൾ എന്ത് ധൈര്യമായിട്ടാണ് പൗലോസ് പേടിച്ച് വിറച്ചിരിക്കുന്ന ഈ കൂട്ടുയാത്രക്കാരോട് സംസാരിക്കുന്നു. അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല. അവരെല്ലാവരും ഈ കപ്പൽ ഛേദത്തിൽ കടന്നു പോകും എന്നുള്ളതായ വല്ലാത്ത ആശങ്കയിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാൻ ഇവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിച്ച കാര്യം, പൗലോസ് അവരോട് പറയുകയാണ്, ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. എന്നിട്ട് പൗലോസിനെ ധൈര്യപ്പെടുത്തുകയാണ്. പൗലോസെ, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഇതാരോട് പറഞ്ഞു? നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ചിന്തിച്ച് യോഹന്നാനോട് പറഞ്ഞു ഭയപ്പെടേണ്ട. അപ്പോൾ ഇവിടെ പൗലോസിനും ഭയമുണ്ടോ എന്ന് അറിയാൻ പാടില്ല. പക്ഷേ അവിടെ ദൂതനെ അയച്ച് കർത്താവ് പൗലോസിനെ
ധൈര്യപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഞാൻ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്ത ഒരു കാര്യം, പൗലോസിനോട് പറഞ്ഞ കാര്യം, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ്? ഈ കപ്പൽ ഛേദത്തിൽ നീ എന്ത് ചെയ്യില്ല, നീ മരിക്കില്ല. അപ്പോൾ പൗലോസും ചിലപ്പോൾ മരണം മുമ്പിൽ കാണുന്നുണ്ടായിരിക്കും. ഈ യാത്രക്കാരെല്ലാം അത് മുമ്പിൽ കണ്ട് ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ പൗലോസിനോട് പറഞ്ഞ ആ കാര്യം പൗലോസ് തൻ്റെ കൂട്ടുയാത്രക്കാരോട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൈസരുടെ മുമ്പിൽ വിധിക്കപ്പെടാനായിട്ട് പോകുന്നയാളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പൗലോസ് ഈ സഹയാത്രികരോട് പറയുകയാണ്. അപ്പം ഞാനതിൻ്റെ ആ വഴി ചിന്തിച്ചപ്പോൾ പൗലോസ് പറഞ്ഞ വാക്കത് അവരതുപോലെ വിശ്വസിച്ചു. അപ്പോൾ അവർക്ക് ധൈര്യമായി, നമ്മളേതായാലും ഈ കപ്പൽ ഛേദത്തിൽ മരിക്കൂല, ഇങ്ങനെ രക്ഷപ്പെടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ നമ്മുടെ കർത്താവ് പൗലോസിൻ്റെ അടുക്കൽ വന്ന് എത്ര മനോഹരമായ വാക്കുകളിലാണ് പൗലോസിനെ ആ പ്രതിസന്ധിയിൽ ധൈര്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഈ പൗലോസ് ആ കപ്പലിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ആ കൂട്ടുയാത്രക്കാർക്കൊക്കെ എന്തോ ഒരാശ്വാസമാണ് അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. വലിയ ഉന്നത സൈനിക ഉദ്യോഗസ്ഥനൊക്കെ അതിനകത്ത് ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ഒരു പ്രതീക്ഷയുമില്ല. പക്ഷേ ഒരു ദൈവദാസൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ആശ്വാസം താൻ അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ആരോടെങ്കിലുമൊക്കെ കൂടെ ആയിരിക്കുന്നു എങ്കിൽ നാം മുഖാന്തരം അവർക്ക് അതിൻ്റെ ആശ്വാസവും സമാധാനവും അനുഭവിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മൾ ആർക്കും ശല്യക്കാരായിട്ട് തീരാൻ പാടില്ല. പൗലോസിനെ കുറിച്ച് ഈ സുവിശേഷം പറയുന്നതുകൊണ്ട് ശല്യക്കാരെന്നൊക്കെ ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൗലോസ് ഈ പ്രതിസന്ധിയിൽ അവർക്ക് എത്രയോ ആശ്വാസമായിരുന്നു എന്നുള്ളതായ വലിയ സത്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. പക്ഷേ പൗലോസിനെ കുറിച്ച് കർത്താവിനൊരു വലിയ സന്തോഷമുണ്ട്. ഏത് പ്രതിസന്ധിയിലും പൗലോസ് നിയമം തെറ്റിച്ചിട്ടില്ല. പൗലോസിന് കൊടുത്തതായ നിർദ്ദേശവും ഒക്കെ വളരെ കൃത്യമായി അനുസരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഞാനൊരു മുന്നറിയിപ്പോടുകൂടെ ചേർത്ത് പറയുകയാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്നുള്ള വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ട അനവധി സന്ദർഭമുണ്ട്. പക്ഷേ എപ്പോഴും അത് നിവർത്തിക്കപ്പെടണമെന്ന് നിർബന്ധം ഇല്ല. നിവർത്തിക്കപ്പെടുന്നതിനൊരു വ്യവസ്ഥ ഉണ്ട്. നമ്മുടെ പഠനത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യവസ്ഥകൾ തെറ്റിച്ചാൽ ആർക്ക് കൂടിയിരിക്കാൻ പറ്റൂല, കർത്താവിന് കൂടിയിരിക്കാനായിട്ട് പറ്റുകയില്ല. ഞാൻ വളരെ ഭയത്തോടെ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഇന്നത്തെ ഈ സുവിശേഷവൽക്കരണ വഴിയിൽ കർത്താവ് അനേക പരിപാടികളുടെയും കൂടെ ഇല്ല എന്നാണ് എൻ്റെ വിചാരം. കാരണം ഈ നിയോഗത്തിൽ നിന്നൊക്കെ വല്ലാത്ത വ്യതിചലനത്തിലാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ഭയത്തോടെ ഈ കാര്യം ഓർപ്പിക്കുകയാണ്. ഞാൻ ഈ കാര്യം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ. യോശുവയുടെ പുസ്തകത്തിലെ ഒരു വേദഭാഗം പ്രത്യേകിച്ച് ഓർമ്മയിൽ വന്നു. നമുക്കെല്ലാം വളരെ പരിചയമുള്ളതാണ്. ഒന്ന് കണക്ട് ചെയ്താൽ മതി എന്നാണ് എൻ്റെ വിചാരം. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമുക്ക് ഒരു സംഭവം അറിയാം. സംഭവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഞാനൊന്ന് കണക്ട് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. ഒന്ന് വായിക്കാം വാക്യങ്ങൾ. യോശുവ 7-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, എഴുന്നേൽക്ക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശബദം പ്രത്യേകിച്ചിരിക്കുന്നു.
അവർ മോഷ്ടിച്ചു, മറവ് ചെയ്തു, തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയില്ല. അപ്പോൾ അവിടെ ഒറ്റ വായനയിൽ നമുക്ക് ആ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മളീ പഠിക്കുന്ന മഹാനിയോഗവും യോശുവയ്ക്ക് കൊടുത്ത നിയോഗവും തമ്മിൽ ബന്ധമുണ്ട്. ഈ 1-ാം അധ്യായം വായിച്ചു നോക്കിയാൽ എന്ത് കൃത്യമായിട്ടാണ് ദൈവം യോശുവയ്ക്ക് നിയോഗം കൊടുക്കുന്നത്. നിയോഗത്തിൻ്റെ അന്തസത്ത അന്യജാതികളുടെ കയ്യിലിരിക്കുന്ന രാജാക്കന്മാരുടെ കയ്യിലിരിക്കുന്ന സ്ഥലമെല്ലാം യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണം. എന്നിട്ട് ആ സ്ഥലം ആർക്ക് പങ്കിട്ട് കൊടുക്കണം? ഇസ്രായേലിൽ ഗോത്രമായിട്ട് പങ്കിട്ട് കൊടുക്കണം. എന്തൊരു വലിയ ടാസ്ക്കാണ്. കാരണം അത് വളരെ ശ്രമകരമായിട്ടുള്ളതായ ജോലിയാണ്. അപ്പോൾ നമുക്ക് എന്നുള്ള നിയോഗം എന്താണ്? നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, അവർ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല കർത്താവ്, ഞാൻ നിങ്ങളെ ആരെ പിടിക്കുന്നവരാണ്? മനുഷ്യരെ പിടിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് കൊടുത്ത നിയോഗം മനുഷ്യരെ പിടിക്കുന്നതായ വലിയ നിയോഗമാണ്. പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ആ നിയോഗ നിർവഹണത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അത് എത്രയോ സഭകളുടെ രൂപീകരണ ചരിത്രം അവിടെ ഉണ്ട്. ഫിലിപ്പി സഭയുടെ ചരിത്രമുണ്ട്, മക്കദോനിയയിലെ മറ്റ് സഭകളുടെ ചരിത്രമുണ്ട്, കൊരിന്ത് സഭയുടെ ചരിത്രമുണ്ട്, പിന്നെ എഫെസു സഭയുടെ ചരിത്രമുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ എങ്ങനെയാണ് പ്രവർത്തനം നടന്നത് എന്നുള്ളതായ കാര്യം വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ കൊരിന്തിലുണ്ടായിരുന്ന പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സുവിശേഷം പ്രസംഗിച്ചു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് ഉൾപ്പെടെ പലരും സ്നാനപ്പെട്ടു, വിശ്വസിച്ചു, സ്നാനപ്പെട്ടു, ദൈവകൃപയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് ഒരു ചെറിയ കൂട്ടം മാനസാന്തരപ്പെട്ട് വന്നാലും അവിടെ കർത്താവ് ഒരു കാര്യം തുടങ്ങുകയാണ്. ഒരു നിലവിളക്ക് സ്ഥാപിക്കുകയാണ്. ഇത് ലോകത്തിന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ചെറിയ കൂട്ടം എന്ന് ഞാൻ പറഞ്ഞത് ഒരു കാരണമുണ്ട്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് തന്നെ പറഞ്ഞു, ചെറിയ കൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പോൾ ഈ ചെറിയ കൂട്ടം എന്ന് പറയുന്നത് ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. മനുഷ്യർക്ക് ഈ ചെറിയ കൂട്ടം എന്ന് പറഞ്ഞാൽ അത്ര വലിയ വില തോന്നുകയില്ല. അപ്പോൾ ഞാൻ മണ്ണൂരിൽ നിന്ന് വന്നപ്പോൾ 10 വർഷമായിട്ട് രാമകൽത്ത് താമസിക്കുകയാണല്ലോ. അപ്പോൾ മണ്ണൂർ എനിക്ക് വളരെ പരിചയമുള്ള ഒരാൾ കണ്ടു, കുറച്ച് വർത്തമാനമൊക്കെ പറയാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അദ്ദേഹം അപ്പോൾ ഇവിടെ എന്തോരാളിലൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. ഇത്രയും കുറച്ച് പേർക്ക് വേണ്ടി ബ്രദർ എന്തിനാണ് അവിടെ പോയി താമസിക്കുന്നത്? അവരോട് ഇവിടെ ഒന്ന് യോഗം കൂടെ പറഞ്ഞ പോലെ എന്ന് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് വിരോധമില്ല. കാരണം അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം വലിയൊരു പള്ളിയിലെ അംഗമാണ്. ഇത്രയും കുറച്ച് ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഇവിടെ വന്ന് താമസിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എനിക്ക് അദ്ദേഹത്തോട് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അനേകർക്ക് അങ്ങനെ തോന്നാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മുടെ കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യരെ പിടിക്കുന്നു, ഒരാൾ രക്ഷിക്കപ്പെട്ടു, പിന്നെ കൂട്ടത്തിൽ ചിലരോട് രക്ഷിക്കപ്പെട്ട് ഒരു ചെറിയ കൂട്ടമായിട്ട് തീരുമ്പോൾ ഒരു സഭാകുടിയേരവ് ആ ദേശത്ത് വരിക. അപ്പം ഞാനിന്ന് ഈ വചനത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, യോശുവ യുദ്ധം ചെയ്ത് ദേശം പിടിച്ചടക്കുകയാണ്. നമുക്കറിയാം, ഒരു ദേശത്ത് ചെറുതാണെങ്കിലും ഒരു സഭാ കൂടി ഒരു നന്നായി സാക്ഷ്യം വഹിച്ചാൽ
ആ ദേശത്തിന് മുഴുവൻ വെളിച്ചം കൊടുക്കാനായിട്ട് ആ സഭയ്ക്ക് സാധിക്കും. അപ്പം നമ്മൾ സുവിശേഷവൽക്കരണത്തിൽ മഹാനിയോഗത്തിൽ ദേശങ്ങളെ പിടിച്ചടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളത് വിസ്മരിക്കരുത്. നമ്മൾ പാർക്കുന്ന ഈ സംസ്ഥാനത്തിന് വലിയ അനുഗ്രഹം കിട്ടിയ ഒരു സംസ്ഥാനമാണ്. നമ്മുടെ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലൂടെയൊക്കെ നമ്മൾ പ്രവർത്തനത്തിനൊക്കെ പോകുമ്പോൾ മിക്കവാറും നല്ല പട്ടണങ്ങളിലെല്ലാം മിഷൻ സെൻ്ററുകളുണ്ട്. ദൈവദാസന്മാർ അവിടെ വന്ന് താമസിച്ച് കഠിനാധ്വാനം ചെയ്ത് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ മിക്കവാറും മിഷൻ സെൻ്ററുകളും മിഷൻ കോമ്പൗണ്ടുകളും ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നല്ല പട്ടണത്തിന് നടുവിൽ മിക്കവാറും അങ്ങനെയുള്ള സ്ഥലമുണ്ട്. പക്ഷെ കൂടാനായിട്ട് വേണ്ട പോലെ ആളുകൾ ഇല്ല. ഞാൻ പലപ്പോഴും അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കും, ഈ കേരളത്തിൽ സുവിശേഷം അറിയിച്ചു, ഈ നമ്മുടെ ഈ സംസ്ഥാനം സുവിശേഷത്തോട് വളരെ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു. താരതമ്യേന നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു. അതുകൊണ്ട് എത്രയോ വിശ്വാസികളും സഭകളുമാണ് ഈ കൊച്ചു കേരളത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തോടൊരു ദേശം റെസ്പോണ്ട് ചെയ്തതിൻ്റെ വ്യത്യാസമാണത്. അത് അതൊരു ദൈവം നമുക്ക് തന്നൊരു വലിയ ദൈവകൃപയാണ്. ആ കൃപ നമുക്ക് വളരെ നന്ദിയോടുകൂടി ഓർക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ സാന്ദർഭികമായിട്ട് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മഹാനിയോഗത്തിൻ്റെ നിർവഹണം എന്നുള്ളത് ആത്മാക്കളുടെ രക്ഷയിലേക്കും സഭാരൂപീകരണത്തിലേക്കും നയിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, യോശുവയ്ക്ക് കൊടുത്ത നിയോഗവും നമ്മൾ നിർവഹിക്കുവാനുള്ള മഹാനിയോഗവും അന്യോന്യം ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ച നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഇനി വായിച്ച ഭാഗം ഒരു മുന്നറിയിപ്പ് പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. നമ്മൾ വായിച്ച വേദഭാഗം എവിടെ, ഏത് പട്ടണത്തോട് യുദ്ധം ചെയ്ത ചരിത്രമാണ് യോശുവയുടെ? ഹായി പട്ടണത്തോട്. അതിൻ്റെ ഒരു കാതലായ ഒരു കാര്യം പറയാനേ സമയമുള്ളൂ. ബാക്കിയൊക്കെ വിശദീകരണം പറഞ്ഞ് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അവിടെ പരാജയത്തിനൊരൊറ്റ കാരണമേ ഉള്ളൂ. എന്താണ് ആ കാരണം? നിയമം തെറ്റിച്ചു. അതേത് മേഖലയിൽ? സാമ്പത്തിക മേഖലയിൽ. ഞാനിന്ന് വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ വളരെ ഭയത്തോടെ ഓർത്ത ഒരു കാര്യം, സുവിശേഷ പോർക്കളം പ്രധാനമായും സാമ്പത്തിക മേഖലയിലാണ് ഏറെ മലീമസമായിരിക്കുന്നത്. ഇത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ വിചാരം. അശുദ്ധമായ വരുമാന വഴികളും ആഡംബരത്തിൻ്റെ അതിപ്രസരമുള്ള ചെലവിനങ്ങളും ആസ്തികൾ വാരിക്കൂട്ടാനുള്ള വ്യഗ്രതയും ഒക്കെ ആരുടെ ഇടയിൽ കാണുകയാണ്? ഈ നിയോഗം ഏറ്റെടുത്ത ആളുകളുടെ ഇടയിൽ കാണുകയാണ്. അതുകൊണ്ട് എന്തോ ഒരു അപമാനമാണ് കർത്താവിൻ്റെ നാമത്തിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായ ഈ നിയോഗ നിർവഹണത്തിൻ്റെ വഴിത്താരയിൽ സാമ്പത്തികമായി വല്ലാതെ വ്യതിചലിച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വ്യതിചലനത്തിൻ്റെ വഴിയിൽ നമ്മൾ പെട്ടുപോകുന്നില്ല എന്നുള്ളത് അതിസൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തിക്കൊള്ളണം. കാരണം വല്ലാത്ത ചതിയുള്ളതായൊരു മേഖലയായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ വളരെ പ്രാർത്ഥനയോടെ സൂക്ഷ്മതയോടെ പറഞ്ഞതായ വാക്കുകളാണ്. സുവിശേഷം അറിയിക്കാനുള്ള പ്രസ്ഥാനങ്ങൾ ചിലതൊക്കെ അങ്ങ് വഴിമാറിയിട്ട് എന്തെല്ലാം വഴികേടുകളാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയും. ഈ സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട്
ഈ വഴികേടുകളെല്ലാം നാട്ടുകാർ മുഴുവനും വളരെ കൃത്യമായി അറിയാനും ഇടയായിട്ട് തീരുക. എനിക്ക് വളരെ പരിചയമുള്ളൊരു ദൈവദാസൻ സുവിശേഷ വേലയ്ക്കായിട്ട് തൻ്റെ ജോലി ഉപേക്ഷിച്ച് വേർപെട്ടു. വളരെ നന്നായിട്ട് അറിയാവുന്ന ദൈവദാസൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിലേറ്റീവ്, അടുത്തൊരു ബന്ധു, ഒരു ഇൻ്റർനാഷണൽ സുവിശേഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ചുമതലപ്പെട്ട ആളാണ്. അപ്പോൾ ഇദ്ദേഹം വേലയ്ക്ക് വേർതിരിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ സന്ധിച്ചു. നീ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് സുവിശേഷ വേലയിൽ പോകണം. കാരണം ഇദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് ഒരു പ്രയാസവുമില്ല. ഇത് അദ്ദേഹം എന്നോട് നേരെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേർതിരിഞ്ഞത് ഒരു സുവിശേഷ പ്രസ്ഥാനത്തിൻ്റെ അംഗമായി തീരാനല്ല, കർത്താവിൻ്റെ സഭയുടെ അംഗമായിരുന്നു. കർത്താവിൻ്റെ സഭയോട് കൂടെ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാനായിട്ടാണ് ഞാൻ വേർതിരിഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ പരിപാടിയിലോട് എനിക്ക് കൂടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു എന്നുള്ളത് ആ ദൈവദാസൻ വളരെ വിശദമായി സംസാരിക്കുവാൻ ഇടയായി തീർന്നു. അദ്ദേഹം ആ കൂട്ടത്തിൽ പറഞ്ഞു, ആ സംഘടനയുടെ ഒരു ആലോചന, ഒരു കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ കൂടുന്നത് 5 സ്റ്റാർ ഹോട്ടലിലാണ്. ഒരു കമ്മിറ്റി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അതിന് എത്രയധികം പണമാണ് കൊടുക്കേണ്ടതായിട്ട് വരിക. എന്തിൻ്റെ പണമാണിത്? മഹാനിയോഗം നിർവഹിക്കാനുള്ളതായ പണമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ പച്ചന ചില കാര്യങ്ങൾ പറയുന്നത്, ഈ മേഖലയിൽ ഒത്തിരി വ്യതിചലനം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. നമ്മൾ മഹാനിയോഗത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഇങ്ങനെയുള്ള വഴികേടുകളും എല്ലാം വിട്ട് ഏറ്റവും ശരിയായ നിലയിൽ ഇത് നിർവഹിക്കാനായിട്ട് സാധിക്കണം. ഞാൻ വിശദീകരിക്കുന്ന ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, പക്ഷേ ഇപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ഒരു സ്ഥലം സഭ കർത്താവ് കൊടുത്ത മഹാനിയോഗം നിർവഹിക്കാനായിട്ട് ഒത്തിരി ചിലവൊന്നുമില്ല. കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായിട്ട് സഭയായിട്ട് സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ബന്ധത്തിൽ ഞാൻ ഓർത്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു സഭയുടെ സ്തോത്ര ശേഖരണത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചാൽ ഭംഗിയായിട്ടൊരു സഭയ്ക്ക് മഹാനിയോഗം ഏറ്റവും ശരിയായിട്ട് നിർവഹിക്കാം. അതേ കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുക്കാനും അതിലേക്ക് മടങ്ങി വരാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലം സഭയ്ക്ക് കർത്താവ് തന്ന മഹാനിയോഗം ഭംഗിയായിട്ട് നിർവഹിക്കുന്നത് പോലെ വേറെ ആർക്കും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കർത്താവ് ഈ മഹാനിയോഗം കൊടുത്തു. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. പക്ഷേ അടുത്ത പട്ടണത്തിൽ പോകാനുള്ള വഴിച്ചെലവ് കർത്താവ് കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. നിയോഗം മാത്രമേ കൊടുത്തുള്ളൂ. അത് മതി. കാരണം നിയോഗം തന്നവൻ കൂടെയുണ്ട്. നിയോഗം തന്നവൻ കൂടെ ഉള്ളപ്പോൾ വേറെ സോഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അത് ധാരാളം മതി. ഇന്ന് പകൽ ഞാൻ വളരെ ആവേശം ഉൾക്കൊണ്ടതായ ഒരു സത്യമാണിത്. ഈ പുതിയ വർഷം കർത്താവ് തരികയാണെങ്കിൽ ഈ സത്യത്തിലേക്ക് കുറച്ചുകൂടി തിരിച്ചു വന്ന് ക്രമപ്പെടാൻ കഴിയണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. എവിടെയൊക്കെ വ്യതിചലനത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ടോ, അറിയാതെയൊക്കെ അകപ്പെട്ടു പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ടോ, വ്യതിചലനത്തെ തിരിച്ചറിഞ്ഞ് മടങ്ങി കർത്താവിൻ്റെ പ്രമാണങ്ങളിലേക്ക്, മഹാനിയോഗത്തിൻ്റെ തനിമയിലേക്ക് തിരിച്ചു വരാനുള്ളതായ വലിയ ആവശ്യകതയുണ്ട്. 1-2 റെഫറൻസൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പറയാനുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം എന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആഹാൻ്റെ ചരിത്രം, ആ വാക്ക് എനിക്ക് പിന്നെയും എടുത്തു പറയാനുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് എടുത്ത് പറയുന്നില്ല. ഒരു വേദന എനിക്ക് തോന്നി. ശാപം നീക്കിക്കളയണമെന്ന് യോശുവോട് പറഞ്ഞു. ശാപം മാത്രമായിട്ട് നീക്കാൻ പറ്റുമോ? നീക്കാൻ പറ്റില്ല. നീക്കിയപ്പോൾ ആരെയും കൂടെ നീക്കി. ആ ശാപത്തിന് കാരണമായിരുന്ന ആ കുടുംബത്തെയും അതിലുള്ള അംഗങ്ങളെയും അവരുടെ മൃഗസമ്പത്തും കൂടാരവും എല്ലാം നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ മഹാനിയോഗ നിർവഹണത്തിൻ്റെ വഴിയിൽ ഒരാൾ ശാപത്തിന് കാരണമായിട്ട് തീരുന്നത് ഒരു ചെറിയ കാര്യമല്ല.
സമൂലനാശത്തിന് കാരണമായി തീരാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ ഭയത്തോടു കൂടി കർത്താവിൻ്റെ മഹാനിയോഗം ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ വഴിത്താരയിൽ നമ്മൾ വളരെ പരമാർത്ഥതയോടെ ശരിയും നിൽക്കുന്നു എന്നുള്ളത് അതിസൂക്ഷ്മതയോടുകൂടി ഉറപ്പുവരുത്താനുള്ളതായ ആവശ്യകതയാണ് ദൈവാത്മാവ് നമുക്ക് നൽകുന്നത്. യോശുവയുടെ പുസ്തകത്തിലെ ആ വാക്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി വായിച്ച് ധ്യാനിച്ചോളൂ. ചില വാചകങ്ങൾ കൂടി ഞാൻ അവിടെ നിന്ന് പറയുമായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് എന്നുള്ള ഈ നിയോഗം ഏറ്റവും കൃത്യമായി യോശുവയുടെ അന്ന് ദൈവം പറഞ്ഞ പോലെ ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഏറ്റവും കൃത്യമായി അത് നമ്മുടെ തലമുറയിൽ നിർവഹിച്ച് സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.